എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പുതിയ AC ടെക്നീഷ്യന്മാരെയും അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടെക്നിക്കൽ മേഖലയിലേക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 ഫേസ് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ടവർ AC യൂണിവേഴ്സൽ PCB ഫിറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. ഇതിനു വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് ഹിൽസ് എന്ന കമ്പനിയുടെ ഒരു PCB ആണ്. യഥാർത്ഥത്തിൽ ഈ PCB സിംഗിൾ ഫേസ് ACകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നതാണ്. അതായത് സ്പ്ലിറ്റ് വിൻഡോ AC പോലുള്ള ഡൊമസ്റ്റിക് ACകളിൽ, അതായത് വീടുകളിൽ ഉപയോഗിക്കുന്ന ACകളിൽ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള PCBകൾ. സാധാരണയായി ഇത്തരം ACകളിൽ ഒന്നുകിൽ അതിൻ്റെ PCB റിപ്പയർ ചെയ്യാൻ സാധിക്കാതെ വരികയോ അതല്ലെങ്കിൽ പുതിയ PCB അവൈലബിൾ അല്ലാതെ വരികയോ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ACകൾക്കും ഈ ഒരു PCB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ACയിൽ, ടവർ ACയിൽ ഇൻഡോർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് സിംഗിൾ ഫേസ് ACയിലും സിംഗിൾ ഫേസ് കറണ്ടിലും, അതേപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് 3 ഫേസ് കറണ്ടിലുമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ACയുടെ വയറിംഗ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു ഡയഗ്രാമിൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ബ്ലാക്ക് വയർ ന്യൂട്രൽ വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ്, യെല്ലോ, ബ്ലൂ ഈ 3 വയറുകളും 3 ഫേസ് വയറുകളാണ്. അതായത് ഇതിലേക്കുള്ള ഇൻപുട്ട് കറണ്ട് ഇത് നേരിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഔട്ട്ഡോർ യൂണിറ്റിലോട്ടാണ്. അതായത് ഇൻപുട്ട് സപ്ലൈ നേരിട്ടിട്ട് ഔട്ട്ഡോർ യൂണിറ്റിലുള്ള ഈ കംപ്രസറിലേക്കുള്ള കോൺട്രാക്ടറിലാണ്. ഈ കോൺട്രാക്ടറിൽ നിന്ന് ഈ കോൺട്രാക്ടർ ഓൺ ചെയ്യുന്ന സമയത്താണ് കംപ്രസറിലേക്കുള്ള സപ്ലൈ വരുന്നത്. ഇനി നമ്മൾ ഈ ACയിൽ ഉപയോഗിക്കുന്ന PCB, അതായത് ഹിൽസ് എന്ന കമ്പനിയുടെ PCB, ഇതാണ് PCB. ഈ PCB ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് ഇൻഡോർ യൂണിറ്റിലാണ്. ഈ ഇൻഡോർ യൂണിറ്റിൽ നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത് ഈ ഒരു ഇൻഡോർ ബ്ലോവർ മോട്ടോറാണ്. അതിലുള്ള കണക്ഷൻ സിംഗിൾ ഫേസ് ആണ്. ഈ സിംഗിൾ ഫേസിന് വേണ്ടിയുള്ള സപ്ലൈ എത്തുന്നത് ഈ RYB എന്ന് പറയുന്ന ഈ ഒരു 3 ഫേസ് കറണ്ടിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ നിന്ന് ഒരു ഫേസും അതേപോലെ തന്നെ ഈ ന്യൂട്രൽ പോയിന്റിൽ ന്യൂട്രലും, ഈ ഫേസ് റെഡിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഈ 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസും ഈ ന്യൂട്രലും അത് നേരിട്ട് നമ്മൾ ഇൻഡോർ യൂണിറ്റിലുള്ള PCBയിലേക്ക് കൊണ്ടുവരാം. ഈ PCBയിലെത്തുന്ന ഈ ഫേസ് ന്യൂട്രൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. ഈ ബോർഡിൽ ന്യൂട്രൽ അതേപോലെ തന്നെ ഫേസ് ഔട്ട് ചെയ്യുന്നത് ഒന്ന് ഇൻഡോർ ബ്ലോവർ മോട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിരിക്കും. അതുപോലെ തന്നെ ഈ PCBയിലുള്ള ഡിസ്പ്ലേ, അതേപോലെ തന്നെ കോയിൽ സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, അതൊക്കെ അതിനനുസൃതമായിക്കൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഔട്ട്ഡോറിലേക്കുള്ള സപ്ലൈ ഈ 3 ഫേസ് വയറുകൾ ഈ കോൺട്രാക്ടർ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഈ കോൺട്രാക്ടർ ഓൺ ആയാൽ മാത്രമേ നമുക്ക് ഈ ഔട്ട്ഡോർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഔട്ട്ഡോറിലേക്കുള്ള ഈ കോൺട്രാക്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ PCBയിൽ നിന്നുമുള്ള ഔട്ട്ഡോർ റിലേ
ഈ ഫേസ് വയർ നേരിട്ട് ഔട്ട്ഡോറിലെ റിലേ വഴി ഔട്ട് ചെയ്ത് ഈ കോൺട്രാക്ടറിലെത്തുന്നു. ഈ കോൺട്രാക്ടറിലേക്കുള്ള ന്യൂട്രൽ വയർ ആൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ റിലേ ഓൺ ആവുന്നതോടുകൂടി ഈ കോൺട്രാക്ടർ ഓൺ ആവുകയും അതിനുമൂലം ഈ 3 ഫേസ് അതായത് 3 ഫേസ് വയറുകൾ കംപ്രസറിലേക്ക് എത്തുകയും ആ സമയത്ത് ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആവുകയും ചെയ്യുന്നു. ഈ കംപ്രസർ ഓൺ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കോൺട്രാക്ടറിൽ നിന്നുള്ള ഈ 3 ഫേസ് വയറിൽ നിന്നും ഏതെങ്കിലും ഒരു ഫേസ് വയർ മാത്രം നമുക്ക് ഈ കണ്ടൻസർ ഫാൻ മോട്ടറിലേക്ക് ലിങ്ക് ചെയ്യുന്നതാണ്. കാരണം ഔട്ട്ഡോർ മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കംപ്രസർ മാത്രമേ 3 ഫേസിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഫാൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത് കംപ്രസർ മാത്രമേ 3 ഫേസിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഫാൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത് സിംഗിൾ ഫേസ് കറണ്ടിലാണ്. ശരിക്കും ഈ PCB ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് AC-കളിൽ വർക്ക് ചെയ്യുന്ന ഡൊമസ്റ്റിക് സ്പ്ലിറ്റ് AC, വിൻഡ് AC പോലുള്ള ഉപകരണങ്ങളിലാണ്. നമ്മളിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. ആ സമയത്ത് ഇത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ കുറഞ്ഞ താഴത്ത് കൂടില്ലേ? ഓക്കെ.
ചെറുതറിയും ചെറുതാണ്